നമസ്കാരം, ഞാൻ ഡോക്ടർ നസ്ല, CMO നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. നിങ്ങൾ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്തിരിക്കുന്ന ആളുകളാണോ? അല്ലെങ്കിൽ കൺസീവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്തൊക്കെയാണ് ടെസ്റ്റുകൾ എന്ന് അറിയാത്ത ആളുകളാണെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കുറച്ച് ടെസ്റ്റുകളാണ് ഞാൻ ഈ പറയുന്നത്. ഈ ടെസ്റ്റുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ ഹെൽത്ത് ഒരു ബേബിയെ സ്വീകരിക്കാനുള്ള രീതിയിലാണോ എന്നുള്ളത് നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഹെൽത്ത് ഒരു ഡെലിവറിക്ക് അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസിക്ക് പ്രാപ്തമാണോ, അല്ലെങ്കിൽ നമുക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് എന്തെങ്കിലും നമ്മുടെ ഹെൽത്ത് നോർമൽ അല്ലാത്ത കാരണം എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസുകൾ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് ടെസ്റ്റുകൾ എന്നാണ് എന്ന് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നതാണ് CBC ചെയ്യുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെയ്യുക എന്നുള്ളത്. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വിളർച്ച, അനീമിയ പോലുള്ള പ്രശ്നങ്ങളുണ്ടോ, ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മ്യൂൺ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് എങ്ങനെയാണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഓക്കെ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ചെയ്യുന്നതാണ്. രണ്ടാമത്തതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ് TFT എന്ന് പറയുന്നത്, തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. തൈറോയിഡ് പലപ്പോഴും പല ആളുകളും പ്രഗ്നൻസിക്ക് ശേഷം എന്നെ കൺസൾട്ട് ചെയ്യുമ്പോൾ പറയാറുണ്ട്, അവർ വെയിറ്റ് കുറയ്ക്കാനൊക്കെ നോക്കുന്ന സമയത്താണൊക്കെ പറയാറുള്ളത് പ്രഗ്നൻസി സമയത്ത് എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് പ്രഗ്നൻസിക്ക് മുമ്പേ അറിഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കൺസീവ് ആവാൻ വേണ്ടി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ടെസ്റ്റ് നിങ്ങൾ ആദ്യമേ ചെയ്യണം. കാരണം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യണോ, അല്ലെ പ്രഗ്നൻസിക്ക് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കണോ, നിങ്ങൾക്ക് നോർമൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതല്ല നിങ്ങൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണ് അറിയുന്നതെങ്കിൽ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യാൻ പറയുന്നത്. തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ T3, TSH, അതുപോലെ തന്നെ T4 എന്ന് പറയുന്നത് ഈ 3 ഹോർമോണുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. പല ആളുകളിലും ഹൈപ്പോതൈറോയിഡിസം ആ ഒരു സമയത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നതാണ് അയണും അതുപോലെ ഫെറിറ്റിനും എന്നുള്ളത്. പലപ്പോഴും അയൺ ടാബ്ലറ്റുകൾ നമ്മൾ പ്രഗ്നൻസിൻ്റെ സമയത്ത് എടുക്കാറുണ്ട്. ശരിക്കും നമ്മൾ എടുക്കേണ്ടതെന്ന് പറയുന്നത് അയൺ ടാബ്ലറ്റും അതുപോലെ ഫോളിക് ആസിഡ് ടാബ്ലറ്റുകളൊക്കെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം ഇത് നമ്മൾക്ക് എന്തെങ്കിലും കുട്ടികൾക്ക് ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് എന്നൊക്കെ പറയുന്ന ഡിഫക്റ്റുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നതാണ്. ചില കണ്ടീഷനുകളൊക്കെ നമുക്ക് 100-ൽ ഒരാൾക്കൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് നമ്മുടെ കുഞ്ഞിന് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകളാണ് ഇതെല്ലാം. അപ്പോൾ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ അളവ്, വൈറ്റമിൻ B12 അളവെന്നൊക്കെ പറയുന്നത്. വൈറ്റമിൻ ഡിയുടെ അളവൊന്നും നോർമൽ അല്ല എങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. വൈറ്റമിൻ B12 അളവ് നോർമൽ ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് AMH ലെവൽ എങ്ങനെയാണെന്നുള്ളത്. പലപ്പോഴും AMH ലെവലിലുള്ള വ്യത്യാസം പല ലേഡീസും അറിയുന്നത് അവർ കൺസീവ് ആവാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പല ഹോർമോണൽ റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ കൺസീവായിട്ട് അബോർഷനായി പോകുന്ന കണ്ടീഷനിലൊക്കെയാണ് അറിയാറുള്ളത്. കാരണം പലപ്പോഴും PCOD പോലെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഹോർമോൺ പ്രശ്നങ്ങളോ ഉള്ള ആളുകളിൽ AMHൻ്റെ ലെവലിൽ വ്യത്യാസം ഉണ്ടായേക്കാം. AMHൻ്റെ ലെവൽ എന്ന് പറയുന്നത് നോർമൽ അല്ല എങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതേപോലെ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഷുഗർ. പലപ്പോഴും ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഒട്ടുമിക്ക സ്ത്രീകളിലും കണ്ടുവരാറുണ്ട്. പ്രഗ്നൻസി സമയത്ത് മാത്രം ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല, അതിൻ്റെ മുമ്പേ നിങ്ങൾക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടായതുകൊണ്ട്, അല്ലെ PCOD പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടായേക്കാം. അതല്ല നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് മോശമായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാകാനുള്ള ചാൻസ് ആണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്തുള്ള ഡയബറ്റീസ് എന്ന് പറയുന്നത്. അത് ചില ആളുകൾ പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ആവാറുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് FBSഉം PPPSഉം HbA1cയും ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. HbA1c ചെയ്യാനാണ് ഞാൻ കൂടുതലും പറയാറുള്ളത്. കാരണം അത് ആവറേജ് ബ്ലഡ് ഷുഗറാണ്. അതിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഡയബറ്റിക് ആണോ പ്രീ ഡയബറ്റിക് ആണോ എന്നുള്ളതൊക്കെ. അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. മറ്റൊരു ടെസ്റ്റ് എന്ന് പറയുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ടെസ്റ്റ് ചെയ്യാന്നുള്ള. ഹെപ്പറ്റൈറ്റിസ് B അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് C തുടങ്ങിയിട്ടുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളോ അല്ലെങ്കിൽ HIV പോലെയുള്ള പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കൺസൾട്ടേഷൻ എടുക്കുക. പ്രോപ്പറായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വേണ്ടതെന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും സപ്ലിമെൻറ്റേഷൻസ് എടുക്കേണ്ടതുണ്ട് അത് നിർബന്ധമായിട്ടും എടുക്കുക. നമ്മുടെ ഹെൽത്ത് ഓക്കെ ആക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. കാരണം നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അതേപോലെ തന്നെ നമ്മൾക്ക് പ്രഗ്നൻ്റ് ആവാനുള്ള ഹെൽത്തി ആണോ എന്നുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞിന് വേണ്ടിയിട്ട് നമുക്കൊരു 3 മന്ത് മുന്നേ എങ്കിൽ അല്ലെങ്കിൽ 6 മന്ത് മുന്നേ എങ്കിൽ നമ്മൾക്കത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ അതിന് കാരണം നമ്മൾക്ക് വരാനുള്ള എന്തെങ്കിലും ഹെൽത്ത് റിസ്കുകളുണ്ടോ, ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ,
അതല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ ഇതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, ആവശ്യമായിട്ടുള്ള മാനേജ്മെൻറ്റുകൾ വരുത്തുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.